മലയാളം മൂവീസിന്റെ ഒരു പ്രൈം ടൈം തന്നെയാണ് ഇപ്പോൾ. കാരണം പുതിയ പുതിയ സ്റ്റോറീസും ജോണേഴ്സ് ഒക്കെ ഒരുപാട് ഓഡിയൻസിന് ഇഷ്ടമുള്ള ഒരു സമയമാണ്. ഈ ഒരു ടൈമിൽ പുതിയൊരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ഒരു ക്രൂ വന്നിട്ടുണ്ട്, അടയാളം വെബ് സീരീസ്. അപ്പോൾ അടയാളം വെബ് സീരീസിന്റെ ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും PR ഹെഡും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് പരിചയപ്പെടാം. അങ്ങനെ നോക്കുമ്പോൾ റിയൽ പേഴ്സൺ അല്ല, സോ ബട്ട് അവരുടെ ഒരു റോള് മോഡ് അതൊക്കെ സെയിം ആണ്. ബട്ട് ഈ ഒരു സ്റ്റോറിയിലോട്ട് വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറെ കോമഡീസ് ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പുള്ളി തന്നെയാണ് പറഞ്ഞത്, കുറെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു കോമഡി എലമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ശരത്ത് അതൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ ഇവരെ ക്രൂവിലെ ശ്രീജിത്തും അനന്തും ഇവരൊക്കെ ഒരുപാട് സജഷൻ പറയുമ്പോൾ നമ്മളതിൽ വിട്ടുകൊടുത്തില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചില ഞങ്ങൾ ജെൻഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ചില പേരുകൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലി നമ്മുടെ സെറ്റിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആളുകളെല്ലാം കൂടി എന്നെ അടിക്കുമെന്നാണ് എന്റെ പേര്. അടയാളം വെബ് സീരീസിന്റെ സ്റ്റോറി പ്രൊഡ്യൂസർ ആൻഡ് എലിക്സർ ലാബ് കമ്പനിയുടെ CEO ആയ ബിനു ബാസ്രൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. കൂടെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ഡയറക്ടറായ ശരത് ആർ ശിവയും PR ആൻഡ് മാർക്കറ്റിംഗ് ഹെഡായ ശങ്കർ ജയനും ഉണ്ട്. എലിക്സർ സ്റ്റുഡിയോസിന്റെ ഫസ്റ്റ് വെബ് സീരീസ് ആണ്. അപ്പൊ ഇനി മലയാളം സിനിമയിൽ എന്തൊക്കെയായിരിക്കും എലിക്സർ സ്റ്റുഡിയോ കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വാട്ട് ക്യാൻ വി എക്സ്പെക്ട് ആസ് എൻ ഓഡിയൻസ്? എലിക്സർ സ്റ്റുഡിയോന്ന് വലിയ വലിയ മൂവീസ് വരുമോ, സീരീസ് ആയിരിക്കോ, എന്തായിരിക്കും അതിന്റെ ഒരു ഭാവി? എലിക്സർ സ്റ്റുഡിയോസിന്റെ ഒബ്ജക്റ്റീവ് ഞങ്ങൾ ബാക്ക് ഓഫീസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്നുവെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ബാക്ക് ഓഫീസ് ചെയ്യുന്ന പ്രൊഫഷണൽ ടീംസ് ഇന്ത്യയിൽ തന്നെ കുറവാണ്. ദാറ്റ് സേവ് ലോട്ട് ഓഫ് കോസ്റ്റ്. ഇതാണ് ഡബിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, VFX ഇതെല്ലാം കൂടെ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന സൊല്യൂഷൻസ് വളരെ കുറവാണ്. ഒരു റൂഫിൻ്റെ അണ്ടറിൽ ചെയ്യുന്ന കുറവാണ്. അതിലേക്കാണ് ഞങ്ങൾ എത്താൻ നോക്കുന്നത്. സോ സിനിമ ഈസ് ഓൾവേസ് എ ബൈ പ്രൊഡക്റ്റ്. അപ്പം അത് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്രൂ ആക്ച്വലി ദേ ആർ ഗെറ്റിംഗ് എക്സ്പീരിയൻസ് വിത്ത് ദിസ് ഓൾ ഓപ്പറേഷൻസിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഓവർ ദ ടൈം വിൽ ഹാവ് ഫുൾ ടീം ഡൺ, ദെൻ വിൽ ഡു മോർ ആൻഡ് മോർ മൂവീസ്. അപ്പോൾ ഏത് ടൈപ്പ് ജോണേഴ്സ് ആണ് ഇഷ്ടം? ലൈക്ക് മൂവീസ് ഇപ്പൊ ചെയ്യാനാണെങ്കിലും കാണാനാണെങ്കിലും രണ്ടും ഇഷ്ടമാണ് കേട്ടോ. കാണാൻ ഇഷ്ടമുള്ള ജോണേഴ്സ് ഏതൊക്കെയാണ്? അതേപോലെ തന്നെ ഇനിയിപ്പോൾ എലിക്സർ സ്റ്റുഡിയോസ് ഇനി ഭാവിയിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നുണ്ടാവും. അപ്പൊ ഏത് ടൈപ്പ് ജോണേഴ്സ് ആയിരിക്കും കൂടുതൽ ദാറ്റ് ഇൻട്രസ്റ്റ് യു മോർ? കോമഡിയാണ്. കാരണം ഇവർക്കെല്ലാം എനിക്ക് ശരിക്കും അറിയാം. കാരണം ഞാൻ അയക്കുന്നത് എപ്പോഴും സാധാരണ ആൾക്കാർ ഫോണിൽ സ്റ്റിക്കർ അയക്കുമ്പോൾ ഞാൻ പക്ഷേ വോയിസ് നോട്ടാണ് അയക്കുന്നത്. ആ ഡയലോഗിൻ്റെ ആ സ്റ്റിക്കറിന്റെ ബിഹൈൻഡുള്ള ഡയലോഗാണ് കോമഡി ആയിട്ട് അയക്കുന്നത്. അതെന്റെ ഫോണിൽ ഞാൻ എഡിറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. അങ്ങനെ ചോദിച്ചോണ്ട് പറയാം. അപ്പം യു ഓൾവേസ് എ മൂവി ബസ്, ഒരുപാട് സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ഒരാള്? ഒരുപാട് സിനിമ കാണും. എസ്പെഷ്യലി ഒരു ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യും. പിന്നെ ഒഴിവാക്കണ അത് കാണത്തില്ല. പിന്നെ കൂടുതൽ കാണുന്നത് ഇൻവെസ്റ്റിഗേഷൻ സൈഡിലേക്ക് വരാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ക്രൈം ഫയൽസ്, പോലീസ് സ്റ്റോറീസ്, അതുപോലെ ഡോക്യുമെന്ററീസ് കാണും. അതിൻ്റെ റിയൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് അതെങ്ങനെയാണ് ചെയ്തത് കാണുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുപോലെ ക്രൈം സ്റ്റോറീസ്, മൂവീസ് കാണാറുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ആൾക്കാർ എപ്പോഴും ത്രില്ലിങ് ഒരു മോഡിലായിട്ട് ഇരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. കോമഡി ചെയ്യാൻ ഭയങ്കര ടഫാണ്, കാരണം യു നീഡ് എ വെരി സ്ട്രോങ് ടീം. പക്ഷേ ത്രില്ലിംഗ് ആണെങ്കിൽ എനിക്കൊന്ന് റിലേറ്റീവ്ലി ഇഫ് ഹാവ് എ ഗുഡ് തോട്ട് പ്രോസസ് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു കോമഡി എലമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ശരത്ത് അതൊക്കെ റിമൂവ് ചെയ്തു. എന്താ സീരിയസ് ആക്കാനാണോ താല്പര്യം? ലൈക്ക് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ജോണർ? ജോണർ ആക്ച്വലി എൻഗേജിങ് ആക്കുന്ന, ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫിലിം എന്ന് പറയുന്ന ഒരു എന്റർടൈനിങ് ആണല്ലോ. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ഓഡിയൻസിനായാൽ പോലും നമുക്ക് എൻഗേജിങ് ആക്കുന്ന രീതിക്ക് നമുക്കൊരു വിഷ്വൽ കാണിക്കാൻ പറ്റിയാൽ, അങ്ങനെ ഒരു പർട്ടിക്കുലർ ജേണറിലല്ല ഞാൻ നോക്കുന്നത്. എനിക്ക് എല്ലാം മിക്സ് ചെയ്ത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബട്ട് ഈ ഒരു സ്റ്റോറിയിലോട്ട് വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറെ കോമഡീസ് ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പുള്ളി തന്നെയാണ് പറഞ്ഞത്, കുറെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് അത് ഓവറോൾ ജേണറിനെ അഫക്ട് ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ് ആക്ച്വലി അത് റിമൂവ് ചെയ്തത്. ഓക്കെ, എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു റിയൽ ലൈഫിൽ നമ്മൾ കണ്ട കുറെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ക്യാരക്ടറൈസേഷൻ ചെയ്തേക്കുന്നതെന്ന്. അപ്പൊ റിയൽ ലൈഫിൽ കണ്ട ആൾക്കാരെ വേറൊരു രൂപത്തിൽ, വേറൊരു ഭാവത്തിലാക്കി മാറ്റി ഈ മൂവിയിൽ കാണുമ്പോൾ, വെബ് സീരീസിൽ കാണുമ്പോഴത്തേക്കും ഹൗ ഡു യു ഫീൽ? ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ആണോ വന്നേക്കുന്നത്? ലൈക്ക് എന്നാലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ കണ്ട ആളിതാ സ്ക്രീനിൽ വരുന്നു, അതേപോലത്തെ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ ഹൗ ഡു യു ഫീൽ? ആളുകളെല്ലാം കൂടി എന്നെ അടിക്കുമെന്നാണ് എന്റെ പേര്. ചില ഞങ്ങൾ ജെൻഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ചില പേരുകൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മേഡ് കറക്ഷൻസ്. അപ്പൊ എന്നാലും ആദ്യം കണ്ടപ്പോ ലൈക്ക് എല്ലാ ഓഡിയൻസിനെക്കാട്ടിലും കൂടുതലും ബിക്കോസ് ഇറ്റ് ഈസ് യുവർ ഐഡിയ, കൂടുതൽ കണക്ട് ആവുമായിരിക്കും, കാരണം ആളിനെ നേരിട്ട് അറിയാവുന്നത് കൊണ്ട്. സോ എത്രത്തോളം അത് കണക്ട് ചെയ്തു? ലൈക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ചിരി വന്നോ കണ്ടപ്പോ? അത് ഇല്ല, ഇത് ലൈക്ക് സർപ്രൈസിംഗ്ലി അതേപോലെ തന്നെ വന്നിട്ടുണ്ടല്ലോ
എന്ന് തോന്നിയോ? ഇതിന്റെ ചില കേസിൽ ഇപ്പൊ ക്യാരക്ടറിന് പറ്റാത്ത ചില ഡീറ്റെയിൽസ് കാണല്ലേ, ദാറ്റ് ഹാസ് ടു ബി റിമൂവ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റിയൽ പേഴ്സൺ അല്ല. സോ ബട്ട് അവരുടെ ആ ഒരു റോള് മോഡ് അതൊക്കെ സെയിം ആണ്. സെയിം ആണ്. ക്യാരക്ടറിന്റെ കോർ എലമെന്റ് അത് തന്നെയാണ്. പക്ഷെ നമ്മള് എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മാറ്റിയിട്ട് ബാക്കി നമ്മൾ ക്രിയേറ്റ് ഓൾസോ അടയാളം എന്ന് പറയുമ്പോഴത്തേക്കും റിയാലിറ്റി ആയിട്ടുള്ള, ഇപ്പൊ മൂവി കംസ് ഇൻ 2 ways അല്ലെ. ഒന്ന് കംപ്ലീറ്റ്ലി ഫാന്റസി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ലൈഫിൽ നടക്കില്ലായിരിക്കും, ഇങ്ങനെ നടക്കോ എന്നൊക്കെ തോന്നുന്ന പോലെ ആയിരിക്കും. ചിലത് കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അടയാളം എങ്ങനത്തെ ഒരു സീരീസ് ആണ് എന്ന് വെച്ചാൽ റിയൽ ലൈഫായിട്ട് കണക്ട് ആവുന്ന പോലെയാണോ അതോ എഡ്ജിലായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ജാവേദ് അക്തർ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു, ഒരു എഡ്ജിൽ നിന്ന് ചെയ്യുന്ന പരിപാടി ഉണ്ട് എന്ന് വെച്ചാൽ ഓഡിയൻസിനെ കാണുമ്പോൾ തോന്നും ആ നടക്കാലോ, എന്നാൽ ശരിക്കും നടക്കോ? നമ്മുടെ റബ്നി ബനാദി ജോഡിയൊക്കെ പോലെ നടക്കാൻ ചിലപ്പോ നടക്കുമായിരിക്കും, അറിയില്ല, ആ ഒരു രീതിയിൽ. അല്ല, അത് ആക്ച്വലി ഇപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടും പറയാം ഇത് നടക്കും. ബട്ട് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു എഡ്ജ് പോയിന്റിൽ നിൽക്കും, നടക്കാതിരിക്കും. ബട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോർ എലമെന്റ് ആക്ച്വലി പുള്ളി പറഞ്ഞതുപോലെ ഒരു സീരിയസ് ആണ്. അത് ശരിക്കും ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ അതിലും പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ അത് നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല ഇങ്ങനെ നടക്കുമോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ബട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു കുറെ റീസെന്റ് ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ കുറെ ഇഷ്യൂസ് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതുമായിട്ട്. സോ ദെൻ പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ദിസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, ഐ ആം ഓൾസോ ഇൻട്രസ്റ്റഡ്. ഓൾസോ ഇപ്പം മൂവീസ് ഒരുപാട് കാണുന്ന ആളായതുകൊണ്ട് ചോദിക്കാം, മേ ബി ആൻ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അടിപൊളി, എപ്പോഴെങ്കിലും എനിക്കും ഈ ആളിനെ, ഈ ആർട്ടിസ്റ്റിനെ എൻ്റെ മൂവീസിൽ എപ്പോഴെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ആഗ്രഹമുണ്ട് വർക്ക് ചെയ്താൽ കൊള്ളാം, അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ആക്ടർ ഉണ്ടോ? പെർഫോമൻസസ് ഏതെങ്കിലും ഉണ്ടോ? മറ്റേ ചെറുപ്പകാലം പോലെ സിനിമ കാണുന്നുണ്ട്. ആ കാലം പോലെ നമ്മുടെ ഒരു ഫേവറേറ്റ് സ്റ്റാർ ആണ് മമ്മൂട്ടി. പക്ഷേ ഓവർ ദ ടൈം യു ചേഞ്ച് പുതിയ. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ ബാക്ക് ഒരു 80s to 2000 വരെയുള്ള മമ്മൂട്ടി. സോ ഐ വോണ്ട് വർക്ക് വിത്ത് ദാറ്റ് പേഴ്സൺ. അപ്പോഴത്തെ സമയത്ത് മമ്മൂട്ടിയായിട്ട് വർക്ക് ചെയ്യണമെന്നല്ലേ? വൈ? ബിക്കോസ് എന്ത് വ്യത്യാസമായിരിക്കും? Because he was more focused on family stories. So it's a very hard to handle. Characters are very hard to handle. അങ്ങനെ ഇതുവരെ ആരും ഹാൻഡിൽ ചെയ്യുന്നില്ല ഇൻഡസ്ട്രിയിൽ. പക്ഷേ ഓവർ ദ ടൈം ഈസ് ഡെവലപ്പ്, മൂഡ് ആവും. അപ്പൊ ചെയ്യും. ഇപ്പൊ മമ്മൂട്ടിനെ വെച്ചിട്ട് ഒരു കോമഡി മൂവി ചെയ്യാനാണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും അല്ലേ? മമ്മൂട്ടി കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അത് വലിയ നോട്ടീസ് ചെയ്യാതെ പോവുകയും ചെയ്തു. നമ്മൾ ഇപ്പോഴും കാണാറുണ്ട് ആ മൂവീസ്. പക്ഷെ എന്താ പറ്റുന്ന വെച്ചാൽ എല്ലാ ക്യാരക്ടറിന് ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് പറ്റിയ ഒരു സ്റ്റോറി ഡെവലപ്പ് ആകാത്തോണ്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇപ്പോൾ എലിക്സർ സ്റ്റുഡിയോസ് ഒരു മൂവി ചെയ്യണം എന്നുണ്ടെങ്കിൽ കോമഡി, നേരത്തെ കോമഡി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ കോമഡി തന്നെ ചെയ്യണം എന്നുണ്ടോ? ആർ യു ഓപ്പൺ ടു എനി ജോണർ? ലൈക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുവന്നുള്ളൂ, നല്ല കഥയാണെങ്കിൽ എടുക്കാം, അങ്ങനെയാണോ? ഓർ ഇപ്പൊ ത്രില്ലർ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത ത്രില്ലർ ചെയ്യുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഉണ്ടോ? സിൻസ് എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി കോമഡി മൂവി. ഇൻഡസ്ട്രിയിൽ അത് ഷോർട്ടേജ് ആണ് ഇപ്പോൾ. എവരിബഡി ഈസ് ഡെസ്പറേറ്റ്ലി നീഡ് കോമഡി മൂവീസ്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഭയങ്കര പാടാണ്, അതിനുള്ള ക്യാരക്ടേഴ്സും വേണം. പക്ഷേ വിൽ ട്രൈ. അപ്പൊ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ്സിൽ പുതിയൊരാളല്ലാന്ന്. അപ്പൊ ബിസിനസ്സിൽ നിന്ന് മാറി സ്റ്റോറി റൈറ്റിംഗിലേക്ക് എങ്ങനെയാണ് വന്നത്? ഒരു പ്രൊഡ്യൂസർ എങ്ങനെയാണ് ആയത്? ഇതിലുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ബിസിനസിന്റെ പാർട്ടായിട്ട് ബ്രാൻഡിങ് ഒരു ക്രിട്ടിക്കൽ എലമെന്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റിനോട് ആ സമയം മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരത് ഈസ് വൺ ഓഫ് ദം. വി വർക്കിംഗ് ഓൾമോസ്റ്റ് 4 years. അപ്പം ക്രിയേറ്റിവിറ്റി നൗ ബിക്കം എ ബിസിനസ് പാർട്ട് ഓഫ് ദ ബ്രാൻഡിങ്. അപ്പം അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെയാണ് നൗ ഇറ്റ് ഈസ് ഗ്രോയിങ്. നൗ വി എൻഡഡ് അപ്പ് ഈ ഒരു വെബ് സീരീസിലേക്ക് എത്തിയത് അങ്ങനെയാണ്. അപ്പം ആദ്യം തൊട്ടേ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പാഷൻ ആയിരുന്നു, അതിപ്പോ പറഞ്ഞ പോലെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് എനിക്ക് ചെയ്ത് കളയാം അങ്ങനെ പോകും? അങ്ങനെയല്ല, ബ്രാൻഡിങ്ങിൽ എപ്പോഴും ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ഒരു സ്റ്റോറിയാണ് കൺവേ ചെയ്തത്. അപ്പോൾ എപ്പോഴും ആ സ്റ്റോറി ഉണ്ടാക്കുന്നത് ഞാനാണ്. കാരണം എൻ്റെ ബിസിനസ് ആയതുകൊണ്ടും അതിൻ്റെ ഒരു ഡെപ്തിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും സ്റ്റോറി റൈറ്റർ ഞാനാണ്. ഇവരുടെ സ്റ്റോറിയിൽ എപ്പോഴും എനിക്ക് കറക്ഷൻ ചെയ്ത് ഇവരുടെ ഒരു പാറ്റേൺ ഞാൻ പഠിച്ചു. അതാണ് സത്യം. സ്റ്റോറി ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യം സ്റ്റോറി ഒരു ഐഡിയ വന്നതിന് ശേഷം ആദ്യം കാണിക്കുന്നത് ശങ്കറിന്റെ അടുത്താണെന്നായിരുന്നു ഞാൻ അറിഞ്ഞത്. അപ്പം എങ്ങനെയായിരുന്നു അത് ഡെവലപ്പ് ചെയ്തത്? വാട്ട് വാസ് യുവർ റിയാക്ഷൻ? ആ പുതിയൊരു കഥ ഒന്ന് വെബ് സീരീസ് ആക്കാൻ പോവാണ്, ലൈക്ക് ആദ്യമേ വെബ് സീരീസ് എന്നൊരു ഐഡിയ തന്നെയായിരുന്നോ? അല്ല, ആക്ച്വലി സ്റ്റോറി ബിനു ഈ ക്രൂവിന്റെ ഇടയിൽ നിന്ന് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. പക്ഷേ അല്ലാതെ ബിനുവിന്റെ കൊളീഗ്സുമായിട്ട് ആണ് മുന്നേ ഈ സ്റ്റോറി എഴുതുന്നതാണ് എൻ്റെ അറിവിൽ ഇതുള്ളത്. അങ്ങനെ ഇവർ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ച സമയത്ത് പിന്നെ ശരത്തെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഇതിലോട്ട് ആക്കിയതാണ്. ആക്ച്വലി ബിനുവിന്റെ സ്റ്റോറി ഈ പറഞ്ഞ വെബ് സീരീസ് പോലെ അല്ലായിരുന്നു. അതിന്റെ രീതി തന്നെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഫുൾ സ്റ്റോറി ഞാൻ ആദ്യം കേട്ടപ്പോണ്ട്. പിന്നെ ഇവർ തമ്മിൽ സംസാരിച്ച് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനോട്ട് മാറ്റിയതാണ്.
അങ്ങനെയാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. സാധാരണ കേട്ടിട്ടുണ്ട് നമ്മൾ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്ററിന്റെ മനസ്സിലാണ് ആദ്യം ഒരു വിഷൻ വരുന്നത്, എന്നിട്ടാണ് അത് സിനിമയായി മാറുന്നത് അല്ലെങ്കിൽ ഒരു കഥയായിട്ട് മാറുന്നതെന്നാണ്. അപ്പം ആ മനസ്സിൽ കണ്ട വിഷൻ അതേപോലെ കാണിക്കാൻ പറ്റുമോ, ലൈക്ക് സ്റ്റോറി ആക്കി മാറ്റാൻ പറ്റിയിരുന്നോ? ഓൾമോസ്റ്റ്. കാരണം ഞാൻ പല ക്യാരക്ടേഴ്സും ഞാൻ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഐ ലിവ്ഡ് വിത്ത് ദം, വർക്ക് വിത്ത് ദം. അപ്പോൾ ആ ചില ഷോട്ടുകളൊക്കെ ഇൻസിഡൻസ് റിയലാണ്. അപ്പോൾ അതിനെ ഒരു സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്യാൻ ഐ ടു ശരത്തിൻ്റെ ഹെൽപ്പ് എടുത്ത് ശരിക്കും അതൊരു ഫ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുറേ ഇൻസിഡൻസ്, കുറേ ക്യാരക്ടേഴ്സ് അറിയാമായിരുന്നു, പക്ഷേ അവരെല്ലാം കൂടെ ഒരു ഫ്രെയിമിലൂടെ കൊണ്ടുവന്ന ഒരു ടിപ്പിക്കൽ ജോബ് അതൊരു ഡയറക്ടറുടെ കഴിവാണ്. അപ്പൊ നേരിട്ട് കണ്ട ആൾക്കാരാണോ ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്? സ്റ്റോറി കേട്ട സമയത്തും പുള്ളി പറഞ്ഞതാണ്, സാർ പറഞ്ഞതാണ്, ഒരു പുള്ളിയുടെ ഇത്രയും കാലത്തെ ലൈഫിനിടയ്ക്ക് വന്ന കുറച്ച് എലമെന്റ്സ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻസ് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ഡെപ്ത് ആണ്. അപ്പൊ പുള്ളി ആ ഡീറ്റെയിലിംഗ് തരുമ്പോഴും അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തതല്ല, കുറച്ച് റിയൽ ലൈഫ് എലമെന്റ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് കഥ കേട്ടപ്പോഴേ കിട്ടിയതാണ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ പിന്നെ പുഷ് ചെയ്ത് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ പാർട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റോറിയിലോട്ട് വന്നത്. വെബ് സീരീസ് ആണെങ്കിലും മൂവി ആണെങ്കിലും സ്റ്റോറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റോറിയാണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ സ്റ്റോറി കൊണ്ടുവരുന്നതും ലൈക്ക് ഇപ്പോൾ സ്റ്റോറി ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും രണ്ടാളാവുമ്പോഴത്തേക്കും രണ്ട് ടൈപ്പ് ഓഫ് ഐഡിയാസ് ആയിരിക്കും, രണ്ട് ടൈപ്പ് ഓഫ് വിഷൻ ആയിരിക്കും. അത് മാച്ച് ചെയ്യാൻ പറ്റിയിരുന്നോ? യെസ്, അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോറി കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു എന്താ പറയുക കുറച്ച് ക്രൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആ ലൈനും പിന്നെ പുള്ളിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആ സ്റ്റോറിയും കൂടെ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോയത്. പിന്നെ ബാക്കി നമ്മൾ സ്ക്രിപ്റ്റ് അതിന്റെ എന്താണ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള കുറച്ച് രീതിക്ക് തന്നെയാണ്, കുറച്ച് എന്താ പറയുക കുറച്ച് കൊമേഴ്ഷ്യൽ എലമെന്റ്സും സോങ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ എലമെന്റ് ആദ്യമേ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടി എന്നുള്ളതാണ് കാര്യം. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള, ബിസിനസ്സിൽ ആയതുകൊണ്ട് ഇപ്പൊ ഹൗ ഡിഫറെന്റ് ഇസ് ലൈക്ക് ബിസിനസ് ഇന്ന് ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ, ഈവൻ മൂവി ആണെങ്കിലും വെബ് സീരീസ് അതും ഒരു കൈൻഡ് ഓഫ് ബിസിനസ് തന്നെയാണ്. സോ ഹൗ ഡിഫറെന്റ് ഇസ് ഇറ്റ്, ലൈക്ക് നോർമൽ കോർപ്പറേറ്റ് ജോലി ചെയ്യുന്നതും ഇതിലോട്ട് എത്തുന്നതും തമ്മിലുള്ള ഒരു എത്രത്തോളം ക്രിയേറ്റീവ്നെസ് കൂടുതൽ വേണം അല്ലെങ്കിൽ എഫേർട്ട് കൂടുതൽ കുറവ്, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഡിഫറൻഷിയേഷൻ? ഏത് ജോബിലും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഓപ്പറേഷൻ ആസ്പെക്റ്റും ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. ടെക്നിക്കൽ ഈസ് ദാറ്റ് വൺ ദിസ് ക്രിയേറ്റീവ് ജോബ്. ഓപ്പറേഷൻ ആസ്പെക്ട് ഈസ് സെയിം ഫോർ ഓൾ ദ ബിസിനസ്. അക്കൗണ്ടിങ്, ഫിനാൻസ്, ബ്രാൻഡിങ് ഇതെല്ലാം സെയിം ആണ്. ടെക്നിക്കലി അല്ല, പുള്ളി ആദ്യം സ്റ്റോറി പറയാൻ വിളിച്ചപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആയത് അതാണ്. പുള്ളിയുടെ മൈൻഡിൽ ഫുള്ള് ബിസിനസ് ആണ്. ആ ഒരു രീതിക്ക് എങ്ങനെ നമ്മൾ സ്റ്റോറിയിലോട്ട് എത്തി, ആക്ഷൻ പ്ലാൻ ഒക്കെ വരച്ച് ആ ഒരു രീതിയിൽ. അപ്പൊ ക്രിയേറ്റീവ്നെസ് അതിന്റെ ഇടയിൽ എങ്ങനെ എന്തായിരിക്കും ബേസിക് ഡിഫറൻസ് വരുന്നത് ഇപ്പൊ കോർപ്പറേറ്റും ഇതുമായിട്ട്? ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഏരിയ പലപ്പോഴും മെഷറബിൾ അല്ല, അൺനോൺ ആണ് കൂടുതലും. ബിസിനസ്സിൽ എപ്പോഴും നോൺ സാധനങ്ങൾ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ലോസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ശരത്തോട് ചോദിക്കുന്നത് എത്ര ഷോട്ടാണ്, എന്ത് ക്യാമറ ആണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇതിനെല്ലാം കോസ്റ്റ് അസോസിയേറ്റഡ് ആണ്. അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഇത്ര നാളെ ബ്രാൻഡിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, ബഡ്ജറ്റിംഗ് എന്നിട്ട് റിവേഴ്സ് ആണ് കൊണ്ടുവന്നത്. അപ്പം ഇപ്പൊ ബഡ്ജറ്റിംഗ് വിൽ ബി ഈസിയർ ഫോർ യു. പക്ഷെ അതല്ലാതെ ടെക്നിക്കൽ ടേംസ് ഇവർ പറയാണ്, ഇപ്പം ക്യാമറയുടെ കാര്യമാണെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് പറ്റില്ല, നമുക്ക് എക്സ്ട്രാ 2 ക്യാമറ വേണ്ടി വരും, ഇല്ലെങ്കിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ വിൽ യു ഫോൾ ഫോർ ഇറ്റ് ഓർ ഇല്ല എനിക്കറിയാം അങ്ങനെ പറ്റിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ ആണോ? അല്ല, അങ്ങനല്ല. അതല്ല, അത് കാരണം ഞങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ എപ്പോഴും സിനിമയിൽ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ബഡ്ജറ്റ് ഡിസൈൻ ചെയ്യുന്ന ഉറപ്പായിട്ടും ബൂസ്റ്റായി പോകും. അത് ഫൈനൽ സ്റ്റേജിൽ അങ്ങനെ വരാറുണ്ട്. പക്ഷെ ഞാൻ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ബിസിനസ്സിൽ ഇങ്ങനെയാണെന്നുള്ളത് അറിയാന്നുള്ളത് നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി എലമെന്റ്സിനെ ഇതിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് ആ ബഡ്ജറ്റിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു. അത് സക്സസ് ആണ്. യെസ്, അത് നല്ല കാര്യം. ചിലപ്പോ ഒന്നും മറ്റേ ബഡ്ജറ്റിന്റെ അകത്ത് നിൽക്കത്തില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാൽ. മാത്രമല്ല ഇപ്പൊ ഈ ഒരു അടയാളം എന്നുള്ള ഒരു വെബ് സീരീസ് അല്ലാതെ തന്നെ മുന്നേ എല്ലാവർക്കും തമ്മിൽ അറിയായിരുന്നു. കാരണം ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ അത്രയും എന്താ പറയാ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും അറിയാമെന്ന രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഇതിനെ പറ്റിയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു മൂവി ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വന്നെത്തിയതാണോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ശങ്കർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഷോക്ക്ഡ് ആയത് അതാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു പിക്ചറിലല്ല, കോർപ്പറേറ്റിന്റെ ഒരു വർക്കിലാണ് ഞാൻ ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു ഫിലിമിന്റെ ഒരു സീൻ, ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായി.
ബട്ട് ബാക്ക് സ്റ്റോറിയിൽ ഇവർ ആക്ച്വലി പ്ലാൻഡ് ആയിരുന്നു. പാഷൻ കൊണ്ടാണോ അതോ നേരത്തെ പറഞ്ഞ ഒരു ബ്രാൻഡിങ് ആസ്പെക്ട് ഉള്ളത് കൊണ്ടാണോ അതോ യു ഓൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് റിലേറ്റഡ് ടു ക്രിയേറ്റീവ്നെസ് അല്ലെങ്കിൽ മൂവിയോ എന്തെങ്കിലും ഒക്കെ? ക്രിയേറ്റീവ് സെഗ്മെന്റ് ഉണ്ട്, ഓൾവേസ് ഉണ്ട്. എനിക്കത് കാരണം ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എപ്പോഴും പിക്ചർ വരച്ചിട്ടാണ്. പിക്ചർ ടെൽസ് 1000 സ്റ്റോറീസ് എന്നല്ല പറഞ്ഞു. അപ്പോൾ അത് പിക്ചറൈസ് ചെയ്യാൻ പറ്റും എനിക്ക് സ്റ്റോറി. അപ്പോൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇഫ് യു കണക്ട് യൂസിങ് എ സ്റ്റോറി ടിൽ കൺവേ വെരി വെൽ. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റോറി റൈറ്റിംഗ് എന്ന് ഒരുപാട് ബുക്ക് ഞാൻ വായിക്കാറുണ്ട് പണ്ട്, ഇപ്പോൾ ഇല്ലായിരുന്നു, പണ്ട് ഒരുപാട് ബുക്ക് വായിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് ക്രിയേറ്റിവിറ്റി, ബുക്ക് വായിക്കുന്നത്. പിന്നെ ബ്രാൻഡിങ് ആസ്പെക്റ്റ് വർക്ക് ചെയ്തതുകൊണ്ട് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെമിലിയറാണ്. അപ്പം ഈവൻ ഞങ്ങൾ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഹൗ ഇസ് ആക്ച്വലി ഗെറ്റിംഗ് ഡെവലപ്പ്, ഫൈനൽ സ്റ്റേജ് എങ്ങനെയാണ്. നമ്മൾ സ്വന്തമായിട്ട് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വരികയാണ്. സോ ഇഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് വി ഹാവ് ഫുൾ ക്രൂ ഓൾറെഡി ബിൽറ്റ്. അപ്പോൾ അതിന് സ്കെയിൽ ചെയ്യുന്ന ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. അപ്പൊ ഒരു വലിയ മൂവി നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? ഒരു ബിഗ് മൂവി മേ ബി? ഇപ്പൊ മോഡേൺ ഡേയ്സിൽ ഇപ്പൊ ഒരു കൾച്ചർ ഷിഫ്റ്റ് ഇപ്പൊ മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് മനസ്സിലായത് ഒരു കോർപ്പറേറ്റ് മൂവി ഫിലിമിങ് ഇൻഡസ്ട്രിയിലോട്ട് മാറുകയാണ്. കാരണം നേരത്തെ ഒരു ടിപ്പിക്കൽ ഒരു പ്രൊഡ്യൂസർ ഇടയിലെ കുറെ ആൾക്കാർ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇഫ് യു ലുക്ക് അറ്റ് ഹോളിവുഡ് മൂവി ദർ ഓൾ ഒരു ബാനേഴ്സ് ആണ്, അവരാണ് ബിൽഡ് ചെയ്യുന്നതല്ല, അവിടെ ക്യാരക്ടേഴ്സ് പോലും അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ ഒരു മോഡലിലേക്കാണ് ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള കോർപ്പറേറ്റ് ആൾക്കാർ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിക്ക് എപ്പോഴും നല്ലതാണ്. കാരണം അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റും റിട്ടേണും എല്ലാം പ്രെഡിക്റ്റബിൾ ആണ്. കുറച്ചും കൂടെ കോർപ്പറേറ്റ് രീതിയിൽ ഈ പറഞ്ഞ പ്ലാൻ ഒക്കെ ചെയ്തിട്ടായിരിക്കും അല്ലേ ചെയ്യുന്നത്. സോ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷൂട്ട്? അല്ല, അത് നല്ലതാ. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത ഫിലിം ഇൻഡസ്ട്രിക്ക് അത് തീരത്തില്ല. അപ്പോൾ ഈ ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ കറക്റ്റ് ബഡ്ജറ്റിൽ സാധനം തീർക്കാൻ പറ്റും. അപ്പൊ അത് എന്തും നല്ലൊരു അപ്രോച്ചാണ്. ആ ഒരു മേക്ക് ഓവർ വരട്ടെ, ഇൻഡസ്ട്രിയിൽ വരട്ടെ. അപ്പൊ PR ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്ന് നോക്കിയിട്ടുണ്ട്? ഇപ്പൊ ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ മൂവീസിൽ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ടിപ്പിക്കൽ കുറച്ച് രീതിയിലുള്ള ക്രിയേറ്റീവ്നെസ് ആണ് മാർക്കറ്റിംഗിൽ കാണാൻ പറ്റുന്നത്. സോ വാട്ട് വാസ് യുവർ ആസ്പെക്ട്? ലൈക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റ് ചെയ്യാൻ പറ്റുക? വാട്ട് വാസ് യുവർ വിഷൻ? ലൈക്ക് എങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുമെന്ന്? ഓക്കെ, നമുക്ക് PR-ന് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ പ്രിവ്യൂ കാണുക എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറി കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബിനു പറഞ്ഞ സ്റ്റോറി എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്, അത് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ്. പക്ഷെ ശരത്തിൻ്റെ സ്റ്റോറി എൻ്റെ മനസ്സിലില്ല. സ്ക്രിപ്റ്റ് ഒരുപാട് തവണ ഷെയർ ചെയ്തെങ്കിലും ഞാൻ വായിച്ചില്ല. പിന്നെ ഇവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയിട്ടുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ VFX പാർട്ട് ചെയ്തിരിക്കുന്നത് ബിനുവിൻ്റെ ഫേം തന്നെയാണ്. എലിക്സർ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ ഒരു പാരന്റ് കമ്പനി ഉണ്ട്. അന്ന് അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ സ്റ്റോറി കണ്ടിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തത് ഡിസംബറിലാണ്. അന്ന് എലിക്സറിൻ്റെ ആനുവൽ ഡേ ആയതുകൊണ്ട് നമ്മളത് ഒന്ന് മാറ്റി വെച്ചതാണ്. കുറച്ച് കൊളാഷായി, അതെ, അത് തമ്മിൽ കൊളാഷായി. പ്രിവ്യൂ തന്നില്ല അവര്. പ്രിവ്യൂ തന്നില്ലെന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ തിയേറ്റർ റിലീസ് ഇതിന്റെ യൂട്യൂബ് റിലീസ് വെച്ചിരിക്കുന്ന ഈ വരുന്ന വീക്കിലാണ്, February 14 ഞാൻ 2 days മുന്നെയാണ് പ്രിവ്യൂ കാണുന്നത്. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ടീമിന് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മൾ പ്രിവ്യൂ കാണും. കാരണം ഏത് ക്യാരക്ടറിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. കാരണം ഈ പോസ്റ്ററിൽ തന്നെ നമുക്ക് ഈ ഡിസൈനറിന് കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. പുള്ളി ആരൊക്കെയോ എന്തൊക്കെയോ ഡിസൈൻ ചെയ്ത് തന്നു. പിന്നെ ഞാനിരുന്ന് കണ്ട് ഓരോന്ന് ചേഞ്ച് ചെയ്ത് ആ പോസ്റ്റർ ഡിസൈനിലൊക്കെ ശരത്തിൻ്റെയും പിന്നെ ഇവരുടെ ക്രൂവിലെ ശ്രീജിത്തും അനന്തും ഇവരൊക്കെ ഒരുപാട് സജഷൻ പറയുമ്പോൾ നമ്മളതിൽ വിട്ടുകൊടുത്തില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പ്രിവ്യൂ ലേറ്റ് ആയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടി, കുഴപ്പമില്ല. ട്രailer ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ട്രailer അല്ല. കാരണം നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പം പല ചേഞ്ചസും വേണ്ടി വരും. പക്ഷേ ഇവരുടെ ആ ജോണർ പിടിച്ചാണ് വന്നത്. അതിന് ശ്രീജിത്ത് ഇവിടെ ഉണ്ടോയെന്ന് തോന്നുന്നു. ശ്രീജിത്തുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ അവരുടെ സ്റ്റാൻഡിൽ മാറിയില്ല. അപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മളും PR ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഇത് PR ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ബഡ്ജറ്റ് ഉണ്ട്. നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് അത് നമ്മൾ പ്രൊഡ്യൂസറിനോട് പ്രൊഡ്യൂസർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് അത്രേ ഉള്ളൂ. ഞാൻ പോസ്റ്ററിലോട്ട് നോക്കുമായിരുന്നു. യൂഷ്വലി ഇപ്പം എല്ലാവരും എന്താ നമ്മൾ ചെയ്യുന്ന സ്റ്റോറി, വെബ് സീരീസ്, മൂവീസ്, വോട്ടെവർ, അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ ഒരു ലൈൻ നമുക്ക് കാണിക്കാൻ നോക്കും. എന്നുവെച്ചാൽ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ എന്നാലും ആ ഒരു സ്റ്റോറി ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുമായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്? ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു പോസ്റ്റർ ഡിസൈനിങ്ങും ആ ടെംപ്ലേറ്റ് ഒക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ടാണ് ശങ്കർ ഈ ഒരു സാധനത്തിലോട്ട് കൊണ്ടെത്തിച്ചത്. അപ്പൊ ഇതിനകത്ത് തന്നെ സ്റ്റോറി ഉണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റർ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ആൻഡ് ഓൾസോ
ഇപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എ പ്രൊഡ്യൂസർ ആയി എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാത്തിലും ഇന്റർഫിയർ നോട്ട് ഇൻ എ നെഗറ്റീവ് വേ, പക്ഷെ എന്താണ് നടക്കുന്നത് എന്ന് എനിക്ക് അറിയണം എന്ന രീതിയിലുള്ള ഒരാളാണോ, അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്നോട് പറഞ്ഞാൽ മതി, അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ ആയിരിക്കും? മാനേജ്മെന്റ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മൈക്രോ മാനേജ് ചെയ്യാം, അതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഇടപെടണം. പിന്നെ മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മൾ പുഷ് ചെയ്യുക, പുറത്തുനിന്ന് പുഷ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ബിഗർ പിക്ചർ ഉണ്ടായിരിക്കും, ഷെഡ്യൂൾ ഉണ്ടാവും. അപ്പോൾ ആ ഷെഡ്യൂളിനകത്ത് ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മാത്രമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വിൽ സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോകേണ്ടി വന്നില്ല. ദേവർ ഓൾ ഷെഡ്യൂൾ കറക്റ്റായിരുന്നു. പിന്നെ ഡേറ്റിൽ റിലീസിൻ്റെ ഒരു ക്രാഷ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സോ ലക്കി. ഇത്രയും ടെക്നിക്കൽ സൈഡ് ഒന്നും ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വർക്ക് സ്മൂത്ത് ആയിട്ട് അതിലൊരു വേറെ വേറൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഓൾ ടുഗദർ? എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും കോർഡിനേറ്റഡ് ആയിട്ടും പ്ലാനിങ്ങോടെയും ഒക്കെ? അത് ഫസ്റ്റ് ടൈം. ഹൗ എക്സൈറ്റിംഗ് ഇസ് ദാറ്റ്? ലൈക്ക് പുതുതായിട്ടൊരു മൂവി ചെയ്യുന്നത് പോലെ തന്നെയാണോ ഫീൽ ചെയ്യുന്നത്? ബിക്കോസ് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേ ആയതുകൊണ്ട്. ഒരു ലാർജ് സ്കെയിലുള്ള ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വെബ് സീരീസ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് ഞാനും എൻ്റെ ടീമും ആക്ച്വലി കുറച്ച് കാലമായിട്ട് ഇൻഡസ്ട്രിക്കകത്തും പുറത്തുമായിട്ട് കുറേ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഇത്രയും എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആണ്. നമുക്ക് വേറെ ടെൻഷൻ ഇല്ല. ലൈക്ക് പ്ലാൻ അനുസരിച്ച് എല്ലാം പോകുന്നുണ്ട്. ശങ്കർ ആദ്യം തൊട്ടേ എലിക്സർ ഗ്രൂപ്പ്സിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പൊ പുതിയൊരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാണ്, പുതിയൊരു വെഞ്ചറിലേക്ക് തന്നെ ഇറങ്ങാണ്. സോ ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? ലൈക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഇപ്പൊ പുതിയൊരു കാര്യത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്നു. സോ ഹൗ ഡു യു ഫീൽ? ഈ 2022 എന്താവണം, 2023 എന്താവണം, അപ്പൊ അന്നേ പുള്ളി ഒരു ഐഡിയ നേരത്തെ പറയും. എല്ലാത്തിനും ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം സ്റ്റാർട്ടിങ്ങിലെ പറയും എനിക്ക് ആ വർഷം എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്ന് പറയും. അപ്പൊ ആ സമയത്ത് കൂടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഓടിയെത്തും, ഇല്ലാത്തവർ അവിടെ തന്നെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഇതൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇവരെ പഠിപ്പിച്ച്, ഇവർ നമ്മളെ പഠിപ്പിച്ചു, അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. വളരെ ഈസി ആയിരുന്നു. പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് ബിനു ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഈ സാധാരണ നമ്മളെ ഇവന്റ്സിന്റെ ഒക്കെ വരുമ്പോഴത്തേക്കും ഇടപെടുന്നതാണ്. പക്ഷെ ഇതിൽ അനാവശ്യമായിട്ട് ഇവരെ അങ്ങ് ഫ്രീ ആക്കി വിട്ടെന്നാണ് എന്റെ വിശ്വാസം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, പ്രത്യേകിച്ച് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒന്നും നമുക്ക് ഫീൽ ആയിട്ടില്ല. ബട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇവരുടെ പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചൊറിയുമായിരുന്നു ശരത്തിന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിയും. കാരണം എനിക്ക് ബിനുവിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ അറിയാം. അപ്പൊ എവിടെയെങ്കിലും പാളിച്ച് വരുമ്പോൾ ഞാൻ ഇവരാരെങ്കിലും വിളിച്ച് ഞാൻ ചൊറിയാറുണ്ടായിരുന്നു. ലീഡർഷിപ്പില് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് റിയാക്ഷൻ അല്ല, റെസ്പോൺസ് ആണ്. റെസ്പോൺസ് പറഞ്ഞാൽ ഇതിനായി തോട്ട് പ്രോസസ് ഉണ്ട് അതിനകത്ത്. അവിടെ നമ്മൾ ഫീഡ്ബാക്ക് ആണ് കൊടുക്കുന്നത്. അവിടെ നമ്മുടെ ഒരു ഇഗ്രേഷൻ അല്ല പുറത്ത് വരുന്നത്. റെസ്പോൺസ് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവും. ശ്രദ്ധിച്ച് കേൾക്കാം. കാരണം ഞാൻ ഭയങ്കര അഗ്രസീവ് പേഴ്സൺ. ആരെന്ത് പറഞ്ഞാലും തിരിച്ച് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്ന പോലത്തെ റിയാക്ഷൻ. യു ഷുഡ് നോട്ട് ബി ഡൂയിങ്. അപ്പൊ വർക്ക് സ്മൂത്ത് ആയി പോകാൻ എവറിത്തിങ് ഹെൽപ്ഡ് അല്ലേ? സോ ഹൗ ഡു യു ഫീൽ? മറ്റേ സ്റ്റാർട്ടിങ് പ്രോസസ്സ് തൊട്ട് ഇപ്പൊ വരെ, ആദ്യം കഥ പറഞ്ഞു, അത് ഇപ്പൊ റൈറ്റ് ചെയ്തു, ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വന്നു, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇല്ലെങ്കിൽ നമ്മൾ വിഷനിൽ കാണുന്ന പോലെ കാസ്റ്റ് എല്ലാം വന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രിവ്യൂ കാണുമ്പോഴത്തേക്കും ഒരു എൻഡ് പ്രോഡക്റ്റ് കാണുമല്ലോ, ആൻഡ് അത് പ്രേക്ഷകരിലോട്ട് എത്താൻ പോവുകയാണ്. അപ്പൊ ടെൻഷൻ ആണോ? നമ്മൾ കാണുന്ന അതേ വിഷൻ ആൾക്കാർക്ക് കാണാൻ പറ്റുമോ? ഹൗ ഡു യു ഫീൽ? കാണാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മിഷൻ ഈസ് അച്ചീവ്ഡ്. ഇനി റെസ്റ്റ് എന്നുള്ള ഇതിൽ വോട്ട് ഇടുന്ന പോലെയാണ്. ഇറ്റ്സ് അപ് ടു പബ്ലിക്. അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അങ്ങനെ ഇപ്പോൾ എൻ്റെ സിനിമ ഇങ്ങനെ കാണണമെന്ന് പറയുന്നത് നമ്മുടെ ലോജിക്ക് ഇരിക്കില്ല. കാരണം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മിഷൻ അച്ചീവ്ഡ്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ, ഈ ഒരു ഷെഡ്യൂളിൽ, ഈ ഒരു കഥ ഇങ്ങനെ ഷേപ്പ് ചെയ്തത്, ദാറ്റ് ഈസ് യുണീക്നെസ് ഉണ്ട് അതിനകത്ത്. അത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ ഇതൊരു ആക്സിഡൻ്റ് അല്ല. സോ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ട്. സോ ഫീഡ്ബാക്ക് അച്ചീവ് ചെയ്ത് നമ്മൾ വീണ്ടും എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കില്ല, പുതിയ പുതിയ വേർഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അത് ടെക്നിക്കൽ വേർഡാണ് വേർഷൻ. അപ്പം സിൻസ് വി ആർ ലൈക്ക് കൈൻഡ് ഓഫ് റാപ്പിംഗ് ഇറ്റ് അപ്പ്, എനിക്ക് ലാസ്റ്റ് ചോദിക്കണം, ഞാൻ നേരത്തെ ചോദിച്ചിട്ട് നമ്മൾ സ്കിപ്പ് ആയി പോയതാണ്. ഇപ്പൊ അടയാളം വെബ് സീരീസ് കഴിഞ്ഞു, ഇപ്പൊ ചേട്ടൻ വീണ്ടും ഇനി ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാതിരിക്കാം. പക്ഷെ ആരെങ്കിലും വന്നിട്ട് അടയാളത്തിനെ പറ്റിയിട്ട് എന്താ ഓർമ്മ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവോ? അല്ല, അടയാളം ആക്ച്വലി ഓർമ്മിച്ച് തന്നെ ഇരിക്കും. കാരണം ഇനിയിപ്പോ നമ്മള് പറഞ്ഞതുപോലെ എന്തും ഇനി അങ്ങോട്ട് മുന്നോട്ട് ചെയ്യാം. അപ്പോൾ അടയാളത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഈ പറഞ്ഞ എല്ലാ ദിവസവും നമുക്ക് ഓരോ എലമെന്റ്സ് ഉണ്ട്. ഓരോന്ന് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സ്റ്റാർട്ടിങ്ങിലെ പറയുകയാണെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിന് വന്നതാണ് ആക്ച്വലി ഒരു വെബ് സീരീസ് ആയിട്ട് മാറിയത്. അത് തന്നെയാണ് സ്റ്റാർട്ടിങ് ഹുക്ക്. ഇപ്പൊ ഡെയിലി നമുക്ക് വരുന്ന ഇൻസിഡന്റ് ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ കാണൂല. ഇപ്പം ഓർമ്മിക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ലീഡ് ആക്ടർ എന്ന് പറയുന്നില്ല, ഒരു ആക്ടർ നമുക്ക് രാവിലെ ഷൂട്ട് ചെയ്യണം, 7 മണിക്ക് ഷൂട്ട് ചെയ്യണം, എല്ലാ ക്രൂ എത്തി. ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ ആളെ വിളിക്കുകയാണ്.
അപ്പോൾ ആള് ട്രെയിനിൽ എന്തോ ഇരിക്കുകയാണ്, ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞു. കോള് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുകയാണ്. അപ്പൊ പുള്ളി പറഞ്ഞ് രാവിലെ എറണാകുളത്ത് നിന്ന് കയറിയതാണ്, ട്രിവാൻഡ്രത്താണ് ഷൂട്ട്, പക്ഷെ പുള്ളി കയറിയത് കണ്ണൂരിലോട്ടുള്ള ട്രെയിൻ. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ഉറക്കം എണീറ്റ് പെട്ടെന്ന് നോക്കിയപ്പോ കണ്ണൂരെത്തിയാണ്. തിരിച്ചു വിളിച്ചു പറയുകയാണ്, ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് മാനേജ്മെന്റ് പരിപാടിയൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ചീറ്റ് ചെയ്തൊക്കെ എടുത്ത് എന്നിട്ട് വേറൊരാളെ നമുക്ക് ഉച്ചയ്ക്ക് പകരം കിട്ടി ബാക്കപ്പ് ചെയ്തു. ഇങ്ങനെ ഡെയിലി നമുക്ക് ഓരോ ഇൻസിഡൻസ് വരും. ഒരു ദിവസം ക്യാമറാമാൻ ലെൻസ് എടുക്കാതെ വന്നു, അട്ടർലി ലെൻസ് എടുക്കാതെ വന്നു. അപ്പൊ സെയിം ക്വാളിറ്റി ഉള്ള ലെൻസ് പെട്ടെന്ന് ബാക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലി നമ്മുടെ സെറ്റിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ഒരു പാക്ഡ് ആണ്, ഫുൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് അടയാളം പാക്ഡ് ആണ്. അപ്പൊ അത് മറക്കത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഇൻസിഡൻസ് വരുമ്പോ ഇപ്പൊ ലെൻസ് എടുക്കാൻ മറന്നു, കാർഡ് എടുക്കാൻ മറന്നു, എന്തെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസ് വരുമ്പോ ഇപ്പൊ നമ്മൾ പറയുമ്പോ ഫണ്ണി ആയിട്ട് തോന്നും. കണ്ണൂർ പോയി ആ സമയത്ത് ഭയങ്കര സ്ട്രെസ് ആവും. അതാ ഞാൻ പറഞ്ഞത്, ക്രൂവിന്റെ ഒരു ഹൈലൈറ്റ് അതാണ്. ആ ടൈമിൽ ഞാനത് അറിഞ്ഞിട്ടില്ല. കാസ്റ്റിംഗ് ഡയറക്ടറാണ് ആ ടൈമിൽ ബാക്കപ്പ് എടുത്തിട്ട് നമുക്ക് പ്ലാൻ മാറ്റി ഉടനെ സെറ്റ് ആക്കിയത്. സോ ആ ക്രൂ അതിനെ മാനേജ് ചെയ്ത് എടുത്തു. ആ ക്രൂവിനെയാണ് നമ്മൾ സെറ്റ് ആക്കി എടുത്തത്. ഈ ഒരു എക്സ്പീരിമെന്റൽ സാധനമാണെങ്കിൽ പോലും നമ്മൾ ആ ക്രൂവിനെ ഫിക്സ് ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടിയെടുത്തോളം ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. ഓഡിയൻസിനോട് പറയണം ഇതൊക്കെയാണ് നമ്മുടെ USP, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യം കൊണ്ട് ഈ വെബ് സീരീസ് നിങ്ങൾ കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാനാണെങ്കിൽ 3 പേരോടും ചോദിക്കുകയാണ് എങ്ങനെയായിരിക്കും നമ്മൾ ഓഡിയൻസിന് അത് സെല് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കാണുക എന്ന് പറയാം. ഫസ്റ്റ് എലമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇത് സംഭവിക്കുമോ അല്ലെങ്കിൽ ഇത് സംഭവിക്കും എന്ന് പറയുന്ന ഓഡിയൻസിന്റെ ഇടയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ അത് റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ സംഭവിച്ച ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ജഡ്ജ് ചെയ്താൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പീപ്പിളുമായിട്ട്. ആ ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സംഭവിച്ചവർക്കും കണക്ട് ആവും, സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നവർക്കും കണക്ട് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. റിയൽ വേൾഡ് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ദേ വിൽ കം ഫോർവേഡ്, ദേ ക്യാൻ ടേക്ക് അപ്പ് നെക്സ്റ്റ് ലെവൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ദിസ് മെസ്സേജ് പലപ്പോഴും അങ്ങനെ IT റിലേറ്റഡ് സ്റ്റോറീസ് ഒക്കെ വളരെ കുറവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആൾക്കാർ ഡീപ്പ് ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അതിനകത്തിലെ. പക്ഷേ അത് ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഡേ ടു ഡേ ലൈഫ് ഓഫ് ടെക്കി അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഒരു കരിയറിലെ പ്രോഗ്രഷനിലേക്ക് എന്താണ് സംഭവിക്കുന്നത്, ഓഫീസിലെ പൊളിറ്റിക്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അത് ഇൻഡസ്ട്രിയുള്ള ആർക്കും കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് ദം എൻജോയ്. കാരണം ഇവര് ഓൾറെഡി കോർപ്പറേറ്റ് ഫീൽഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഈ നേരത്തെ പറഞ്ഞ റിയൽ ലൈഫ് കാര്യങ്ങളും എല്ലാ ഇൻസിഡൻസും എല്ലാം കൂടെ പാക്ക് ചെയ്ത് തന്നെ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതിനകത്തൊരു അപകടമുണ്ട്. കാരണം അതല്ല, ഇത് നടന്നത് എന്റെ കമ്പനിയിലാണോ എന്നാണ് ആൾക്കാരെല്ലാം ആദ്യം ചിന്തിക്കുന്നത്. ആദ്യം ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ആണോ? അങ്ങനെയല്ല, ഇത് പ്യൂർലി ഫിക്ഷൻ ആണ് അല്ലേ? ഇത് ഓവർ ദ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഹേർഡ് ഫ്രം സമ്മൺ. നമ്മുടെ കമ്പനിയല്ല, അത്രേ ഉള്ളൂ. അത് ഏത് കമ്പനിയാണെന്ന് അറിയില്ല. നമ്മുടെ ഓർഗനൈസേഷൻ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. അപ്പോൾ അത് നമ്മൾ, പക്ഷേ ദർ ആർ ഏരിയാസ്, ഗ്രേ ഏരിയാസ് ഉണ്ട്. ദർ ആർ പീപ്പിൾ ഹു ആർ റിയലി വർക്കഹോളിക്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഇതുപോലെ ഇൻസിഡൻസ് ഉണ്ടായിരിക്കാം. ചിലയിടത്ത് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് പീപ്പിൾ ഗെറ്റ് ഇൻ ടു ലോട്ട് ഓഫ് അതർ തിങ്സ്, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അവരുടെയൊക്കെ ഒരു കണക്ഷനാണ്. We can find a lot of incidents recently. അങ്ങനെ വരുന്നുണ്ട്. എത്ര എപ്പിസോഡാണ് സീരീസ്? 4 എപ്പിസോഡാണ്. ഇതിനുള്ളിൽ തന്നെ നമുക്ക് 2 സോങ് വരുന്നുണ്ട്, ഫൈറ്റ് സീക്വൻസ് എല്ലാം കൂടെ ഉള്ള ഒരു പാക്ഡ് സാധനമാണ്. ഓക്കെ, അപ്പം എല്ലാവരും കാണുമ്പോൾ തീർച്ചയായിട്ടും എന്റർടൈൻഡ് ആവും. കുറെ എലമെന്റ്സ് ഉള്ള ഒരു സീരീസ് തന്നെയാണ്. അപ്പൊ ഈ സീരീസ് കാണുന്നുണ്ടെങ്കിൽ സ്നാപ്പ് സീരീസ് ഒറിജിനൽസിലാണ് യൂട്യൂബിൽ. അപ്പൊ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും കാണാം. ഉറപ്പ് തരാം എല്ലാവരും എന്റർടൈൻഡ് ആവും. മ്യൂസിക് ഉണ്ട്, അതേപോലെ തന്നെ ഫൈറ്റും ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. എപ്പോഴും ഈ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് നമ്മുടെ സ്ക്രീനിൽ വരുമ്പോൾ കുറച്ച് അധികം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്റ്റോറീസ് തന്നെയായിരിക്കും. സോ ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യുക. February 14th